ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാർത്തികേയോടും അതേപോലെ തന്നെ ദിലീപിനോട് യാത്ര പറയാനായിട്ട് നിൽക്കുകയാണ് കല്യാണിയും കിരണും കൂടി. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെന്താ പോവാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതേച്ചി ഞങ്ങൾ പോവാണ്. കാരണം അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ആ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. പിന്നെ ചേച്ചിയുടെ കല്യാണം ആയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നു നിന്നത്. ഇനിയേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകണം. പിന്നെ ഓഫീസ് കാര്യങ്ങളൊക്കെ ശരിക്കും പെൻഡിങ്ങിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണം. അപ്പോൾ കിരണാണെങ്കിൽ സരയുള്ളത് കൊണ്ട് ഒരു പരിധി വരെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഞങ്ങളും കൂടി ചെന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയാണ്. പറഞ്ഞപ്പോഴേക്കും കല്യാണി ഞങ്ങളും പോവാണ്. നിങ്ങളും പോവാണോ? എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ മുത്തശ്ശി വിളിച്ചായിരുന്നല്ലോ, മുത്തശ്ശി പറഞ്ഞല്ലോ അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട് അനാഥാലയത്തിൽ. അപ്പോൾ അനാഥാലയത്തിൽ പോകണം, അവരുടെ ഒപ്പം ഇരുന്ന് അന്നദാനം കഴിക്കണം, എന്നിട്ട് സന്തോഷത്തോടെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി അത് വളരെ നല്ലൊരു കാര്യമാണല്ലോ ചേച്ചി എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വരുമായിരുന്നില്ലേ, നേരത്തെ എന്നോട് പറയായിരുന്നില്ലേ. അതൊന്നും സാരമില്ല കല്യാണി, ഇനി എപ്പോഴെങ്കിലും പോകാമല്ലോ കല്യാണി എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ രതീഷും അതേപോലെ തന്നെ കാദംബരിയെ കൂടി വരികയാണ്. അയ്യോ ഞങ്ങളോട് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങളും അന്നദാനം കഴിക്കാനായിട്ട് വരുമായിരുന്നല്ലേ ചേച്ചി എന്നൊക്കെ പറയുകയാണ്. ഏതായാലും നിങ്ങളിപ്പോൾ പോയിട്ട് വാ, ഞാൻ മുത്തശ്ശിയെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കട്ടെ. അങ്ങനെ ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എപ്പോഴാണ് വീട്ടിലേക്ക് വിരുന്ന് വരുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അതൊക്കെ പറയാന്നേ, നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്ന് വരാൻ എനിക്കെന്താ അനുവാദം വേണോ? അങ്ങനെ വിരുന്നായിട്ട് കണക്ക് കൂട്ടാമോ? എപ്പോൾ വേണമെങ്കിലും എനിക്ക് ആ വീട്ടിലേക്ക് കയറി വരാനായിട്ട് പാടില്ലേ കല്യാണി? എന്താ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് അന്യായോ കല്യാണി? അയ്യോ ചേച്ചി, ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞല്ലേ ചേച്ചി, വെറുതെ ഞാൻ ഒരു ക്ഷണം അത്രേ ഉള്ളൂ. ചേച്ചി തെറ്റായിട്ടൊന്നും വിചാരിക്കുന്നു വേണ്ട. കല്യാണി, നിന്നെ ഞാൻ തെറ്റിദ്ധരിക്കാനോ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കുശലം ഇങ്ങനെ പറയാം. ആ സമയത്ത് നമ്മുടെ രതീഷ് ആണെങ്കിൽ അതെ കിരൺ സാറേ ഒന്നങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. അങ്ങനെ കിരണിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മുടെ രതീഷ് കൊണ്ട് മാറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ കല്യാണിയും അതേപോലെ തന്നെ കാദംബരിയും കൂടി ഇവരെന്ത് രഹസ്യം സംസാരിക്കാൻ വേണ്ടി പോയതാണ് എന്ന് വിചാരിച്ച് ഇവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാം. അപ്പോൾ ഇവരെ തന്നെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ നമ്മുടെ കിരൺ പറയുകയാണ്, എന്താണ് രതീഷേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ കിരൺ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പം തന്നെ എന്നെ വിളിച്ചോളണം. അറിയാലോ നമ്മുടെ കാര്യങ്ങളൊക്കെ, നമ്മൾ ഒരേ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ വിളിച്ചോളെന്ന് പറയണം. എടാ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് എനിക്കറിയാം. ഞാനല്ലേ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ വേണ്ടി കൂട്ടുന്നത്. അപ്പോൾ എനിക്കറിയാം ചെയ്യാനൊക്കെ. നീ ചുമ്മാ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നത് ശരിയല്ല കേട്ടോ. കല്യാണിക്കും കാദംബരിക്കും ആണെങ്കിൽ ആകെ ടെൻഷനാണ്, നമ്മളെ സംശയിച്ചില്ല. അതേ കിരൺ സാറേ, കാദംബരി ആണെങ്കിൽ എന്നോട് ഓരോ കാര്യങ്ങളും ചോദിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ കല്യാണിയും എന്നെ വിളിച്ചു നിർത്തി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഇവർ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും കാദംബരിയും കല്യാണിയും ഇവരെ തന്നെ നോക്കുന്ന സീനാണ് കാണുന്നത്. ഇത് കഴിഞ്ഞപ്പോഴും കേട്ടോ അവർ നോക്കുന്നുണ്ട്. വാ, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കല്യാണിയും കാദംബരിയൊക്കെ ചോദിക്കണ രണ്ടുപേർക്കും എന്താണ് ഒരു രഹസ്യം? അല്ല, മാറി നിന്നൊക്കെ സംസാരിക്കുന്നു, അങ്ങനെ ഒരു പതിവ് ഇവിടെ ഇല്ലല്ലോ, പിന്നെന്താണ് എന്ന് കാദംബരി ചോദിക്കാം. അത് വേറൊന്നുമല്ല, അല്ല ഇങ്ങനെ പോവാണല്ലോ. അപ്പോഴേക്കും നമ്മുടെ കിരണാണെങ്കിൽ അത് വേറൊന്നുമല്ല കാദംബരി, ഇവൻ പറയുവാണേ, ഇവനെ KCBയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണല്ലോ അടിച്ച് പുറത്താക്കിയത്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ജോലിയും കൊടുത്തു. ഇപ്പം അവൻ പറയുക അവന് പ്രൊമോഷൻ വേണമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാദംബരി ആണെങ്കിൽ രതീഷ് ഏട്ടാ, അത്യാഗ്രഹം അത്ര ശരിയല്ലാത്ത കാര്യമാണ്. ഇപ്പൊ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ കാദംബരി പറയുമ്പോൾ നമ്മുടെ കല്യാണി രതീഷേട്ടൻ അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല, ഇത് കിരണേട്ടൻ എന്തൊക്കെയോ കണക്ക് കൂട്ടി പറഞ്ഞതാണ്, രതീഷേട്ടൻ അങ്ങനെ ഒരിക്കലും പറയില്ല. ഇത് കേട്ടപ്പോഴേക്കും ഇവരാണെങ്കിൽ ആകെ ഒന്ന് പതറിങ്ങനെ നിൽക്കാം. അപ്പോഴേക്കും നമ്മുടെ രതീഷ് പറയണേ, ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചില്ല എൻ്റെ കാദംബരിയെ, ഞാൻ ചോദിച്ചതേ
KCBയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന വെച്ചാണല്ലോ. അപ്പോൾ നമ്മുടെ കമ്പനിയിലും കുറേ ഇലക്ട്രീഷ്യൻ വർക്കൊക്കെ വരികയാണല്ലോ. അപ്പോൾ ആ ഒരു വർക്ക് എനിക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്നൊക്കെ രതീഷ് പറയണം. മതി നിർത്തിക്കോ, ഇനി കൂടുതൽ സംസാരങ്ങളൊന്നും വേണ്ടായേ, നമുക്കെന്ന് ഇറങ്ങാം എന്ന് പറയാണ്. അപ്പോൾ കാർത്തികയോടും അതേപോലെ തന്നെ ദിലീപിനോടും എങ്കിൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ, നിങ്ങളുടെ ജീവിതം അടിച്ചു പൊളിച്ച് നമ്മൾ ജീവിക്കണം, ഇത്രയും മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളതെന്നും പറഞ്ഞുകൊണ്ട് ഇവർ അവിടെ നിന്ന് പോവാണ്. ഇവരവിടെ നിന്ന് പോയി കഴിഞ്ഞ് അതേപോലെ തന്നെ നമ്മുടെ കാർത്തികയും ദിലീപും കൂടി നേരെ വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ഈ ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. മക്കളെ, ഇനി ചില കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാനുണ്ടേ, ചില കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കാനുണ്ട്. മോനെ ദിലീപേ, ഞങ്ങളുടെ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു ആണൊരുത്തൻ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആണൊരുത്തൻ. പക്ഷേ അവനെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അവൻ കുത്തും കേസും ഇതായിട്ട് നടക്കുന്നവനല്ലേ. അപ്പോൾ അവനെ ഇതൊന്നും ഏൽപ്പിക്കാനായിട്ട് പറ്റിയില്ല. അവൻ കുടുംബം മുടിക്കാൻ വേണ്ടി ജനിച്ചവനായിരുന്നു. ഇനിയിപ്പോൾ അവൻ എവിടെയാണോ എന്താണോ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ദൈവമായിട്ട് തന്നിരിക്കുകയാണ് നിന്നെ ഞങ്ങൾക്ക്. അപ്പോൾ നീ വേണം കമ്പനി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താനായിട്ട്. എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് നടത്തുമെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ ഇങ്ങനെ ദിലീപിനോട് പറയുകയാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മേ, അതൊക്കെ വരുന്ന വഴിക്ക് വരട്ടേന്നേ. ഇപ്പം ബിസിനസ് കാര്യങ്ങളും ആ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ എൻ്റെ തലയിൽ ഏൽപ്പിക്കാൻ വേണ്ടിയാണല്ലേ അമ്മേ. അതിനൊക്കെ സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിച്ച് കാര്യങ്ങളുടെ നീക്കുപോക്കുകൾ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടൊക്കെ നമുക്ക് നോക്കാന്നേ. ഞാൻ വന്ന് കയറിയ ഉടനെ തന്നെ എന്നെ ബിസിനസ്സൊക്കെ ഏൽപ്പിച്ച് ഒരു അധികാരിയാക്കാനായിട്ട് ശ്രമിക്കണ്ട. അതൊക്കെ നമുക്ക് വഴിയെ ആലോചിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. അങ്ങനെ ഈ സരയുവിനെ കാണിക്കുകയാണ്. അപ്പോൾ സരയു ആണെങ്കിൽ നേരെ ജയിലിലേക്ക് പോവാം. അപ്പോൾ ജയിലിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ ബഗാസുരൻ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ ബഗാസുരൻ്റെ മോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, മോളെ അസുരനെ കാണാൻ വേണ്ടി മോള് വന്നല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ഞാനേ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് വന്നത്. അവനില്ലേ മനോഹർ തിരിച്ചെത്തിയല്ലോ അല്ലേ ഇവിടെ. മനോഹർ പരോളിന് ഇറങ്ങിയായിരുന്നല്ലോ. അപ്പം അവൻ അവിടെ എന്തെല്ലാം കാണിച്ചു കൂട്ടിയെന്ന് നിങ്ങൾക്ക് വല്ല അറിയാവോ എന്നൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ മോളെ എടുത്തുകൊണ്ട് പോയായിരുന്നു അവൻ. എന്നിട്ട് മോൾക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക, കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കുക, ഇതായിരുന്നു അവൻ്റെ പതിവ്. ഇതിനെല്ലാത്തിനും കൂട്ടുന്നത് ആരാണെന്നറിയാവോ? കിരണും കല്യാണിയും കൂടി ചേർന്നിട്ട്. കിരണിന് ഞാൻ നല്ല തക്ക മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില സത്യങ്ങളും കൂടി ഞാൻ അറിഞ്ഞു. അത് ആൻറ്റിയും അങ്കിളും കിരണും കൂടി സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത്. അന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കൊച്ചിനെ എടുത്തോണ്ട് കല്യാണി പോയില്ലായിരുന്നോ? അത് ആരുടെ അടുത്തേക്കാണെന്ന് അറിയാവോ? മനോഹറിൻ്റെ അടുത്തേക്ക്. അവനെ എൻ്റെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി അവൾ എന്നോട് ചെയ്തത് വളരെയേറെ ചതി തന്നെയാണ്. എൻ്റെ കുഞ്ഞിനെ കാണിക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം അവളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾ അതൊന്നും കേട്ടില്ല. എൻ്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് മനോഹറിനെ എൻ്റെ കുഞ്ഞിനെ കാണിക്കാനായിട്ട് പോയി. ഇതെനിക്ക് സഹിക്കാൻ പറ്റുവച്ചാ. ഇതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു സംഭവം തന്നെയാണ്. അവളുടെ ഉദ്ദേശം എന്തായിരുന്നെന്നറിയാവോ? എൻ്റെ മോളെ മനോഹറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഇതാണ് നിന്റെ അച്ഛനെന്ന് വരുത്തി തീർക്കണം. അതിനു വേണ്ടിയാണ് അവൾ ഇത്തരത്തിലുള്ള ദുഷ്ടത്തരങ്ങൾ മുഴുവനും ചെയ്തത്. ഇതെനിക്ക് മറക്കാനും ക്ഷമിക്കാനും പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. ഇതെനിക്ക് അങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയും കൂടെ ഭയങ്കര വെറികൊണ്ട രീതിയിൽ ഈ ബഗാസുനോട് സംസാരിക്കുകയാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, മോളെ നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കിരണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ കല്യാണിയല്ലേ ഇടക്ക് കയറിയത്. അവളും കിരണും കൂടി കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ആ ജീവിതം നിനക്കല്ലേ മോളെ കെട്ടേണ്ടിയിരുന്നത്. എല്ലാം അവള് തകിടം മറിച്ചു ആ കല്യാണി എന്ന് പറഞ്ഞപ്പോഴേക്കും സരവിന് സങ്കടം തോന്നുക. തനിക്ക് കിട്ടാനുള്ള ജീവിതം പോയില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ സരയു വീണ്ടും അവിടെ ബഗാസുരനോട് സംസാരിക്കുകയാണ്. അച്ഛാ, എനിക്ക് എന്താണെന്നറിയില്ല, കിരണിനോട് ഇപ്പോൾ വല്ലാത്തൊരു സ്നേഹവും അടുപ്പമൊക്കെ എനിക്ക് തോന്നുക. എനിക്ക് കിരണിനെ എൻ്റെ ജീവിതത്തിലേക്ക് വേണമെന്നുള്ളൊരു ആഗ്രഹം അതെൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ തോന്നി തുടങ്ങി അച്ഛാ. എനിക്ക് കിരണിനെ വേണം. പക്ഷേ കല്യാണിയുടെ അരികിൽ നിന്നും കിരണിനെ പിടിച്ച് അടർത്തി മാറ്റാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. അത് സാധിക്കില്ലെന്നും എനിക്കറിയാം. പക്ഷെ എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. കിരണിനെ എനിക്ക് വേണം.
കിരൺ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഭയങ്കര സന്തോഷത്തിലാവും. ഒരു കണക്കിന് പറഞ്ഞാൽ എൻ്റെ ജീവിതം തകർന്നു പോയതല്ലേ, എനിക്കിനി മനോഹരനെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പം എൻ്റെ ജീവിതത്തിലേക്ക് കിരൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെയേറെ സന്തോഷമാകും എന്നൊക്കെ ബഗാസുരനോട് പറയാണ്. അപ്പോൾ സരയുവിൻ്റെ മനസ്സിലിരി പറഞ്ഞ് സന്തോഷത്താൽ മതി മറന്നു നിൽക്കുകയാണ് ഇവിടെ രാഹുല്. അപ്പോൾ രാഹുൽ പറയണ എല്ലാം നടക്കും മോളെ. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നേരത്തെ കാര്യങ്ങളൊക്കെ. ഈ കല്യാണിയെ ഇല്ലാതാക്കണം, എന്നാൽ മാത്രമേ കിരണെ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അതൊന്നും എനിക്കറിയില്ല. കല്യാണിയെ ഇല്ലാതാക്കിയാലും കിരൺ എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും കിരണിനെ എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ബായും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ബഗാസുരനാണെങ്കിൽ ആകെ ഇതുകൊണ്ട് നിൽക്കുക. അപ്പോൾ അവിടെ നിന്ന് എന്നിട്ട് എന്താണ് നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഗസ്റ്റൊക്കെ പോയല്ലോ, എന്നിട്ട് നീ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബഗാസുരനെ വലിച്ചഴിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ കിരണിനെയും കല്യാണിയെയും കാണിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി നേരെ വീട്ടിലേക്ക് വന്ന് കോളിംഗ് ബെല്ലടിക്കുക. അപ്പോൾ അവിടുത്തെ ജോലിക്കാരി വന്ന് കഥകും തുറക്കാണ്. നിങ്ങൾ വന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് ചേച്ചി വീടെല്ലാം അലമ്പായി വൃത്തികേടായി കിടക്കുമായിരുന്നു, അതെല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കിയായിരുന്നു ചേച്ചി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് അതൊക്കെ എപ്പോഴും നടത്തിയല്ലോ എൻ്റെ കല്യാണി മോളെ, അതെല്ലാം ക്ലീനാക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, ഇനിയേ ഇവിടെ ഒരു കുഴപ്പമില്ല. അതേതായാലും നന്നായി ചേച്ചി. അല്ല കല്യാണി മോളെ, ഞാനേ ഒരു കാഴ്ച കണ്ടായിരുന്നു. കാഴ്ചയോ? എന്ത് കാഴ്ച? അതെ, അടുക്കളുടെ പിന്നാമ്പുറത്തില്ലേ അവിടെ എപ്പോഴാണ് തെങ്ങും തൈ നട്ടത് എന്ന് ചോദിച്ചപ്പോൾ കല്യാണി ഞെട്ടിപ്പോവണേ. തെങ്ങും തൈയോ? എന്ത് തെങ്ങും തൈ? അപ്പൊ കിരണും ആകെ സ്തംഭിച്ചു. എൻ്റെ ദൈവമേ, ഇവരോട് ഇനി എന്ത് പറയും? കാരണം ഗംഗാപ്രസാദിനെ കുഴിച്ചിട്ട് അതിൻ്റെ പുറത്താണല്ലോ ഈ തെങ്ങും തൈ നട്ടിരിക്കുന്നത്. അപ്പൊ കിരൺ ഇങ്ങനെ ആലോചിക്കും. അപ്പൊ കല്യാണി ചോദിക്കണം, എന്താ കിരണേട്ടാ അവിടെ ആരാണ് തെങ്ങും തൈ നട്ടത്? അയ്യോ, അത് ഞാൻ മറന്നുപോയി നിങ്ങളോട് പറയാനായിട്ട്. അതെ, വേലുവിൻ്റെ പണിയാണ്, അവനാണ് ആ തെങ്ങ് തൈ നട്ടത്. ഇവന് കാട്ടിലൊക്കെ ജീവിച്ചത് കൊണ്ടേ ഈ തെങ്ങിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അവിടെ ഒരു തെങ്ങും തൈ വേണമെന്ന് വേലുവിന് നിർബന്ധം. അവനിങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈപ്പ് അല്ലല്ലോ, അവൻ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അവനാണെങ്കിൽ അവിടെ കൊണ്ടുപോയി ഒരു തെങ്ങും തൈ നട്ടെന്നേ ഉള്ളൂ. ആണോ? ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഇത്ര പെട്ടെന്ന് ഒരു തെങ്ങും തൈ അവിടെ എന്ന് വിചാരിച്ചു എന്ന് പറയാം. അപ്പോഴാണ് കിരണിന് മനസ്സമാധാനമായത്. എന്തെങ്കിലും ഒരു കള്ളം പറയാൻ പറ്റിയല്ലോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറുക. കുറച്ചും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കിരൺ ഓഫീസ് കാര്യങ്ങളെല്ലാം നോക്കുക. അപ്പോൾ ഭരണം വന്നിട്ട് ഇങ്ങനെ പറയാണ്, അതെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ, സരയുള്ളത് കൊണ്ട് എല്ലാം കൃത്യമായിട്ടാണ് ചെയ്യുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും സരയു വരുന്നു. അപ്പോൾ സരയു നിന്റെ കാര്യം ഇപ്പം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളു. നീ നന്നായിട്ട് തന്നെ ഈ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് നോക്കുന്നുണ്ടെന്നാണ് രമണ്ണൻ പറഞ്ഞത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെതായ ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നു കിരൺ, അതിലപ്പുറമൊന്നും ഞാൻ ചെയ്യുന്നില്ല. കിരൺ എന്നോട് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ടില്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ രമണ്ണൻ പറയുകയാണ്, ശരി എങ്കിൽ പിന്നെ ഞാൻ പോവാം, നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇയാൾ എണീറ്റ് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും അതെ കിരണേ, എനിക്ക് നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അയാളൊരു പ്ലാൻ്റെ കാര്യം പറഞ്ഞു. അത് അതിൻ്റെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും സംസാരിച്ചില്ല. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം തോന്നുന്നത് ആ രീതിയിൽ വീടിൻ്റെ പ്ലാൻ റെഡിയാക്കി തരണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെതായ രീതിക്ക് ഞാനൊരു പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട് കിരൺ, ഇതൊന്ന് നോക്കി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്ലാൻ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ് നമ്മുടെ കിരണിൻ്റെ കയ്യിലേക്ക്. അപ്പോൾ കിരണാണെങ്കിൽ നോക്കുക. അപ്പോൾ കിരണിനെ തന്നെ ആസ്വദിച്ച് നിൽക്കുകയാണ് ഇവിടെ സരയു ആണെങ്കിൽ കിരണിൻ്റെ മുഖത്തൊന്ന് കണ്ണെടുക്കുന്നുമില്ല. അപ്പോൾ കിരൺ പെട്ടെന്ന് സരയുനെ നോക്കുകയാണ്. എന്താ കിരൺ, ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ട്, ഇത് അവർക്ക് ഏതായാലും ഇഷ്ടപ്പെടും. നീ വളരെ ബുദ്ധിമുട്ടി ചെയ്ത കാര്യങ്ങളല്ലേ, ഇതിങ്ങനെ കൊള്ളാതെ വരുമോ? അപ്പോൾ കിരണിന് ഇഷ്ടപ്പെട്ടല്ലേ? പിന്നെ ഇഷ്ടപ്പെട്ടു എങ്കിലേ ഈ പ്ലാന് കൊണ്ടേ കാണിക്കാൻ പോകണമെന്നുണ്ട്, പിന്നെ സൈറ്റിലും പോകണം, കുറേ കാര്യങ്ങളെല്ലാം അവരോട് പറയുകയും ചെയ്യണം. കിരണും കൂടി വന്നായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. അയ്യോ ബുദ്ധിമുട്ടാണെങ്കിൽ കിരൺ വരണ്ട കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളൂ. എന്ത് ബുദ്ധിമുട്ട് സരയു, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, ഏതായാലും ഞാനും കൂടി വരാം. ആണോ കിരൺ? സന്തോഷമായി. എനിക്ക് കുറച്ച് വർക്കും കൂടി ചെയ്ത് തീർക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡിയായിട്ട് വരാം. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം. ശരി സരയു. അങ്ങനെ സരയു പോകാൻ പോകുന്ന സമയത്ത് സരയുവിനെ പിടിച്ച് നിർത്തുകയാണ്. സരയു ഒന്ന് നിന്നേ. എന്താ കിരൺ? സരയുവിന് ഞങ്ങളോടൊക്കെ ദേഷ്യമുണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ കിരണിത്? കിരണിനോട് എനിക്ക് എത്ര നാൾ ദേഷ്യപ്പെട്ടിരിക്കാനായിട്ട് സാധിക്കും? അങ്ങനെയൊന്നും പറ്റില്ല കിരൺ, കാരണം കിരണിന് എന്നോട് എത്രമാത്രം സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം.
അപ്പോൾ കിരണിനോട് വഴക്കിട്ട് മാറാനായിട്ട് എനിക്ക് പറ്റോ? ഒരിക്കലും പറ്റില്ല കിരൺ എന്നും പറഞ്ഞുകൊണ്ട് സരി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ കിരണ് ഭയങ്കര സന്തോഷം തോന്നി. സരി ഇത്രയൊക്കെ മാറിയല്ലോ, തന്നോടൊക്കെ ഒന്നും ദേഷ്യമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനഘയാണ്. അപ്പോൾ അനഘ ഈ ഗുണ്ടകളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതെ, ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. ഞാനൊരു SIയെ കണ്ടു, പുതിയതായിട്ട് വന്നതാണ്. ആ SI ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാകാതെ പിന്നോട്ട് പോകില്ല. കൈക്കൂലി ലേശം പോലും വാങ്ങാത്ത ഒരാൾ. എന്താണോ കേസ് അത് പൂർത്തിയാകുന്നത് വരെ അതിൻ്റെ പിറകെ തന്നെ പോകും. അപ്പോൾ ഈ ഗംഗാപ്രസാദിനെ കാണാനില്ലല്ലോ. അവൻ്റെ ഇതിൽ ഞാൻ അയാളുടെ കയ്യിലുള്ള ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഗംഗാപ്രസാദിനെ അന്വേഷിക്കട്ടെന്നേ. അവൻ ഒരുപാട് കുറ്റങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അവൻ്റെ കുറ്റമനുസരിച്ച് അവന് തൂക്കുകയറ് തന്നെയാണ് വിധിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലുപരിയാണെങ്കിലും ഈ ഗംഗാപ്രസാദിന് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കിരണാണെന്നാണ് നമ്മളുടെ സംശയം. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടത് പോലീസ് കണ്ടെത്തുക തന്നെ ചെയ്യും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ കിരൺ ജയിലാകും. കൊലപാതക കുറ്റത്തിനായിരിക്കും അവനകത്തേക്ക് പോകാൻ പോകുന്നത്. എൻ്റെ ഗംഗയ്ക്കൊരു ആപത്തും വരാൻ പാടില്ലെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എന്നാലും ഇത് അവസാനിപ്പിക്കാനായിട്ട് പാടില്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെ അനക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു ഗുണ്ട ഇങ്ങനെ പറയാണ്, അതെ, ഈ ഗംഗയില്ലേ, ഗംഗ ഈ കാട്ടിൽ താമസിച്ചപ്പോൾ ഒരു അമലൂനായിട്ടൊരു അടുപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതിൽ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അവൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോകുന്നതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനഘയ്ക്ക് കാലി വരിക. അനഘയാണെങ്കിൽ ഇയാളുടെ കഴുത്തിനെ കയറി കുത്തിപ്പിടിക്കുക. എന്താടാ എൻ്റെ ഗംഗയെക്കുറിച്ച് നീ അനാവശ്യം പറയുന്നെന്ന് ചോദിച്ചപ്പോഴേക്കും ഗംഗ അങ്ങനെ പറഞ്ഞോടാ. അതെ, ഗംഗ അങ്ങനെ പറഞ്ഞത് തന്നെയാണ്. ഇത് കേട്ടാ അനഘയൊന്ന് ഞെട്ടി നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.